വാട്സപ്പ് ഒരുവൺ എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. എല്ലാവരുടെയും ദീപാവലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഹാപ്പി ആയിട്ടോ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് സെറ്റപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ കുറച്ച് പേര് മോട്ടോ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നവരുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ മോട്ടോ വ്ളോഗിങ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മോട്ടോ വ്ളോഗിങ് കൈൻഡ് ഓഫ് കണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഉണ്ട് ഇന്നത്തെ. പലർക്കും അത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ലൈക്ക് അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ്, എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. സോ അപ്പോൾ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പ്രോപ്പർ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യാമെന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതിൽ ഫസ്റ്റ് ആണ് പ്രോപ്പർ ഹെൽമെറ്റ് വേണമല്ലോ. ഒരു ISI റേറ്റിംഗ് അല്ലെങ്കിൽ ഡോട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണം. അതായത് നമ്മൾ ലോക്കൽ ഹെൽമെറ്റ്സ് ഒന്നും ഒരിക്കലും വാങ്ങി വെക്കരുത്. ഇതാണ് എൻ്റെ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. SMKയുടെ ഒരു ഇതിൻ്റെ മോഡൽ എനിക്കറിയില്ല, സ്റ്റെല്ലാറാന്ന് തോന്നുന്നു, സ്റ്റെല്ലാർ ആനിമൽ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. 4200 സംതിങ് എനിക്ക് ഈ ഒരു ഹെൽമെറ്റിന് കോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യാനായിട്ടുള്ളതാണ്. സാധനം നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ്. ഇത് ഇങ്ങനത്തെ ഇല്ലെങ്കിലും നമുക്ക് ആക്ഷൻ ക്യാമറാസൊക്കെ മൗണ്ട് ചെയ്യാനായിട്ട് പല കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്, നമുക്കിവിടെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഹെൽമെറ്റ് ക്യാമറ മൗണ്ടിന് ഏകദേശം ഒരു 300 ബിലോ റേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും സംഭവമാണ് വരുന്നത്. ഹെൽമെറ്റിൻ്റെ സൈഡിൽ നിന്ന് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. കണ്ടന്റിന് ക്വാളിറ്റി പ്രയോറിറ്റൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ക്യാമറ മാൻഡേറ്ററി ആണ്. സോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യണ ഏത് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DJയുടെ Osmo Action 5 Pro ആണ് കേട്ടോ. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഇത് കഴിഞ്ഞിട്ടൊരു മോഡൽ ഇറങ്ങിയിട്ടില്ല ടിൽ ദി ഡേറ്റ്. ഇപ്പോൾ എന്തൊക്കെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് കണ്ടു, ഹെൽമെറ്റ് ക്യാമറ മൗണ്ട് കണ്ടു, ക്യാമറ കണ്ടു, ഞാൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് മൈക്ക് വേണം. അതായത് ഹെൽമെറ്റിൻ്റെ അകത്ത് നമ്മൾ മൈക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കണ മൈക്ക് ഏതാണെന്ന് അറിയും, നമ്മുടെ സോണിയുടെ ECM LV1 ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇതൊരു വയേർഡ് മൈക്കാണ് കേട്ടോ. ഇത് TRS കണക്ടിവിറ്റി ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ പേര്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനായിട്ട് എനിക്കറിയില്ല. ഇതിൻ്റെ സോണിയുടെ ഈ ഒരു മൈക്കിൻ്റെ ഡെഡിക്കേറ്റഡ് റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സോണി ECM LV1 എനിക്ക് ഏകദേശം ഒരു 2000 റേഞ്ച് ആണ് കേട്ടോ വന്നത്. ഞാൻ സ്റ്റോറിൽ പോയാണ് വാങ്ങിയത്. ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അതിന് പകരം നമ്മളൊരു അഡാപ്റ്റർ അല്ലെങ്കിൽ ഒരു കേബിൾ യൂസ് ചെയ്യേണ്ടി വരും. അതായത് TRS സപ്പോർട്ട് ചെയ്യുന്ന കേബിൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ബോയുടെ K4 എന്ന് പറയുന്ന ഒരു TRS കേബിൾ ഉണ്ട്. 3.5 mm to USB-C കിട്ടും. അതാണ് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇനി വണ്ടി ഓടിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഓൾ റൈറ്റ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റോഡിലേക്ക് വന്നേക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഓഡിയോ ക്ലാരിറ്റി ഇതൊക്കെയാണെന്ന് പറയാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വിൻബ്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്ന. എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റിൽ ചോദിക്കുക. അപ്പോഴേക്കും ഞാൻ റിപ്ലൈ തരാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഹോപ്പ് യു ഗൈസ് റിയലി എൻജോയ്ഡ് ദിസ് വീഡിയോ. വീണ്ടും ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം. ഓൾ റൈറ്റ്, ബൈ.